ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് മോഹൻലാൽ സാറും മമ്മൂട്ടി സാറിനെ കുറിച്ചിട്ട് കമ്പാരിസനാണ് ചെയ്യാൻ പോകുന്നത്. അത് വേറെ കൊണ്ടുള്ള സ്ക്രിപ്റ്റ് ബേസ് വെച്ചിട്ടാണ് ഞാൻ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പം നേരും മൂവിൻ്റെ ഇൻ്റർവ്യൂ സമയത്താണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സ്ക്രിപ്റ്റ് ബേസ് വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അത് ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ലാലേട്ടൻ സാറ് ഡേറ്റ് കൊടുക്കുള്ളൂ എന്നതിനെ കുറിച്ചിട്ട് ഒരു ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഫ്രണ്ട്സ് സർക്കിളിൽ ഉള്ള ആൾക്കാരാകുമ്പോൾ ലാലേട്ടന് നന്നായിട്ട് പരിചയമുണ്ട്. പിന്നെ ഞാൻ കൊടുക്കുന്ന 10 കഥകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് പുതിയ പുതിയ ഡയറക്ടർ കഥകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഒഴിവാക്കി. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്കും കൂടെ ഒന്ന് കോൺഫിഡൻസ് ലെവൽ വേണം. ഈ എടുക്കാൻ പോകുന്ന ആൾക്കും ഒന്ന് കോൺഫിഡൻസ് ലെവൽ വേണം. അതില്ലെങ്കിൽ ഞാനത് ഒഴിവാക്കും. ഇപ്പോൾ ഒരു മൂവി നേര് എന്ന് പറയുന്ന മൂവി അതൊരു വ്യത്യസ്ത കണ്ടൻ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിന് ഡേറ്റ് കൊടുത്തു എന്നതിനെ കുറിച്ചിട്ടും ലാലേട്ടൻ സാർ പറയുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി സാറിനെ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി സാർ ഇപ്പം തന്നെ കുറേ വ്യത്യസ്ത കഥാപാത്രങ്ങളിലേക്കാണ് ഈ മമ്മൂട്ടി സാറ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, റീസെൻ്റ്ലി നമുക്ക് എടുത്ത കുറേ സിനിമകൾ പുതിയ പുതിയ ഡയറക്ടറും പുതിയ പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് മമ്മൂട്ടി സാറ് അതിൽ എന്തോ ഒന്നുണ്ട്, സ്പാർക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മമ്മൂട്ടി സാറ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെയും അത് ആയിരിക്കാം, ഓരോരുത്തരുടെയും വ്യത്യസ്ത കണ്ടൻറ്റ് ചൂസ് ചെയ്യുന്ന അത് ഓരോരുത്തരുടെ സ്വഭാവമായിരിക്കാം. ഇതിൽ ഞാൻ ഒരാളെയും താറ്റിയും പറഞ്ഞിട്ടില്ല, പൊക്കിയും പറഞ്ഞിട്ടില്ല. അത് ഓരോരുത്തരുടെയും സ്വഭാവ ഗുണങ്ങളാണ്. ലാലേട്ടൻ സാർ എന്തൊരു അവതരണം അവതരിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടമാണ്, ഫാൻസുകാർക്ക് എല്ലാവർക്കും. അതേമാതിരി തന്നെ മമ്മൂട്ടി സാറും എന്തൊരു അവതരണം അവതരിപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ ഗൈസ്.